ഈ സംവിധായകന്റെ മേക്കിംഗ് സ്റ്റൈലിനോട്, സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിയുടെ ആദ്യത്തെ പടം തന്നെ എനിക്ക് വലിയ രീതിയിൽ വർക്കാവാതെ പോയൊരു പടമാണ്. വീണ്ടും കണ്ട് പഠിക്കാനുള്ള പരിപാടിയൊന്നും എനിക്ക് പുള്ളിയുടെ ഫിലിം മേക്കിങ്ങിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമയിൽ ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ട് 2-3 ദിവസമായി ഞാനിങ്ങനെ പകുതിയായിട്ടാണ് കണ്ട് തീർത്തത്. ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ കാണുന്ന സമയത്ത് തന്നെ ആ സിനിമയുടെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യും. കാരണം എത്ര ഗംഭീര സിനിമയാണെങ്കിലും ഈ ലെങ്ത് കൂടുതൽ അതൊന്നും വിഷയമല്ല. ഒറ്റയടിക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിലാണ് അതൊരു ഗംഭീര സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കണക്ഷൻ ഈ സ്ലോ ആയതുകൊണ്ട് തന്നെ മേക്കിംഗ് സ്റ്റൈലും എനിക്ക് അത്രത്തോളം വർക്കായില്ല. ഇത് ടറന്റിനോ ഒക്കെ പണ്ടേ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ടറന്റിനോൻ്റെ ഒക്കെ ഒരു മേക്കിംഗ് ആണ്. ചാപ്റ്റർ വൈസ് ആയിട്ട് രീതിയിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നു. പിന്നെ ഇത് ഇന്ത്യൻ സിനിമയിൽ രാം ഗോപാൽ വർമ്മയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പുള്ളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയൊക്കെ ഇപ്പോഴും കാണുന്ന സമയത്ത് ഭയങ്കര ക്ലാസ് ടച്ചാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലെന്നാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ അക്ഷയ് ഖന്നയുടെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടൊക്കെ ദിൽചാ ദഹേ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പുള്ളിയുടെ ഒക്കെ റേഞ്ച്. ഈ സിനിമയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ ഒരു ക്യാരക്ടർ. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് തന്നെയാണ് എനിക്കൊന്ന് 10 തല എന്ന് പറയുന്ന ചിമ്പുവിന്റെ സിനിമ. അതിന്റെ ഒരു ഒറിജിനൽ വെർഷൻ നമ്മുടെ ശിവരാജ്കുമാറിന്റെ മഫ്തി എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു പരിപാടി എടുത്തിട്ടാണ് ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. ലെങ്ത് കൂടുതലും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ട്രെൻഡ് ആവുന്നു, അതിലെ കാര്യങ്ങളൊക്കെ ട്രെൻഡ് ആവുന്നത് എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലല്ല ട്രെൻഡ് ആവുന്നത് സിനിമകളിലെ പല കാര്യങ്ങളും. ഇപ്പോൾ അതേപോലെ പാട്ടും ട്രെൻഡായതായിരിക്കാം. ദിൽചാത്തയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള മനുഷ്യന്റെ ഒരു ആക്ടിങ് ഒക്കെ ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വളരെ മോശമാണ്. എന്തായാലും എനിക്ക് ഒട്ടും വർക്കായില്ല.